ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെ കമ്പനിയിൽ വന്നിരിക്കുകയാണ്. അവൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്ലയൻറ്റ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ തൻ്റെ വീട് പെട്ടെന്ന് തന്നെ ലേലത്തിലെടുക്കണമെന്ന് പറഞ്ഞത് കാരണം തന്നോടുള്ള വിശ്വാസം കാരണമാണ് ഞങ്ങൾ 1.5 കോടി രൂപയോളം പെട്ടെന്ന് തന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിന് ചെറുതായിട്ടൊരു ലോസ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ തന്ന പണം ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു നഷ്ടത്തിൽ നിന്ന് കരകയറാൻ അത് വലിയൊരു ഉപകാരമായിരിക്കും. അത് കേട്ടതും ചന്ദ്രികയും സിദ്ധു ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു തുക 1.5 കോടിയോളം പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിലൊരാൾ തന്നെ പറയുന്നുണ്ട്, കടം തിരിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1.5 വർഷത്തോളം സമയം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനു മുമ്പ് നിങ്ങളോട് ചോദിക്കുന്നത് തന്നെ വലിയ തെറ്റാണെന്നറിയാം. പക്ഷെ ഇതല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ല. ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചു നോക്കി. പക്ഷേ 1.5 കോടി അതൊരു വലിയ തുകയായതുകൊണ്ട് ആരും തന്നെ തരാൻ തയ്യാറാവുന്നില്ല. എത്ര പെട്ടെന്ന് സാധിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഞങ്ങളുടെ പണം തിരികെ തരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ചന്ദ്രികയും സങ്കടത്തോടെ പറയാണ്, സാർ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ അച്ഛൻ്റെ വീട് തിരിച്ചെടുത്തത് നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരിൽ നിന്നും കടം വാങ്ങിയിട്ട് 4.5 കോടിയോളം രൂപയ്ക്കാണ്. അതൊക്കെ നിങ്ങളെപ്പോലെ അറിയുന്ന ആൾക്കാർ ഞങ്ങളോട് കാണിച്ച സന്മനസ് തന്നെയാണ്. അത് തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരോടുമായിട്ടും 1 വർഷം 1.5 വർഷത്തോളം സമയം ചോദിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇത്രയും വലിയൊരു തുക എന്നെക്കൊണ്ട് തിരിച്ചു തരാൻ ഒരു നിർവാഹവും ഇല്ല സാർ. അവരും അത് കേട്ട് ആകെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. സാർ, എൻ്റെ അടുത്ത് അത്രയും വലിയൊരു ബാക്കപ്പ് ഒന്നും ഇല്ല. ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കടങ്ങളൊക്കെ തന്നു തീർക്കാൻ 1-2 വർഷം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടി വരും. ദയവ് ചെയ്ത് ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം സർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവർക്ക് നേരെ കൈകൂപ്പുവാണ്. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, നിങ്ങളുടെ പണം തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് തിരിച്ചു തരാൻ പറ്റാത്തതിൽ ഒരു ഭാഗത്ത് കുറ്റബോധം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് അത്രയും പണം തരാൻ പറ്റിയ ഒരു നിർവാഹവും എനിക്കില്ല. സർ, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. അപ്പോൾ അവരും പറയുന്നുണ്ട്, ഇല്ല ചന്ദ്രിക, നിങ്ങൾ ഞങ്ങളോട് പണം വാങ്ങിക്കുന്ന സമയത്ത് 1 വർഷത്തെ അവധി ചോദിച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. ഞങ്ങളും അത് മനസ്സിൽ കണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പണം തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ കമ്പനിയിൽ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയൊരു ലോസ് സംഭവിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ പണം ഇപ്പോൾ ആവശ്യമാണ്. ഇത്രയും വലിയൊരു എമൗണ്ട് ആയത് കാരണം ഞങ്ങൾക്ക് പുറത്തുനിന്ന് മറ്റാരോടും ചോദിച്ചിട്ട് കിട്ടുന്നില്ല. ദയവ് ചെയ്ത് വേറെ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും ഞങ്ങളുടെ കടമൊന്ന് നിങ്ങൾ തീർത്തു തരണം. ചന്ദ്രികയും സിദ്ധു ആകെ വിയർത്ത് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിൻ്റെ അച്ഛന് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ നല്ല പരിചയമുള്ളതാണല്ലോ. അങ്ങനെയുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് കുറച്ച് പണം അർജൻറ്റായിട്ട് ആവശ്യപ്പെട്ടാൽ മതി. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ചിട്ട് ഈ മാസത്തിനകം തന്നെ ഞങ്ങൾക്ക് ആ പണം തരാൻ പറ്റിയാൽ അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും. ചന്ദ്രികയോടും സിദ്ധുവിനോടും യാത്ര പറഞ്ഞിട്ട് അവർ പോവുകയാണ്. ചന്ദ്രിക വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ രാത്രിയായ സമയത്ത് മലർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മലറിൻ്റെ അടുത്ത് ബെഡിലേക്ക് വന്നിട്ട് അവൾക്ക് പുതപ്പൊക്കെ പുതച്ചു കൊടുത്തിട്ട് ചന്ദ്രികയും ഓപ്പോസിറ്റ് സൈഡിൽ പോയി കിടക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അവൻ്റെ ദേഹത്താണെങ്കിൽ മഹേഷ് കുത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിക്കൊണ്ട് സിദ്ധു ചിന്തിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും മഹേഷ് തന്നെ ആയിരിക്കും എന്നെ കുത്തിയിട്ടുണ്ടാവുക. എങ്ങനെയെങ്കിലും കല്യാണത്തിന് മുമ്പ് അവനെ പിടിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ചന്ദ്രികയ്ക്കും മലറിനും അവനൊരു അപകടകാരി തന്നെയാണ്. സിദ്ധു തൻ്റെ നെഞ്ചിലുള്ള മുറിവ് നോക്കി നിൽക്കുകയാണ്. അതിന് നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു അവന്. അങ്ങനെ അവൻ ഷർട്ടിടാതെ തന്നെ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്, പുതപ്പൊക്കെ പുതച്ചിട്ട്. ആ സമയത്ത് ചന്ദ്രികയും മലരും നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മലര് ഉറക്കത്ത് സ്വപ്നം കണ്ടിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, എന്നെ വീട് അമ്മ എന്ന് പറഞ്ഞിട്ട് മലര് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുവാണ്. അമ്മ എന്നെ രക്ഷിക്കമ്മ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മലറിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ചന്ദ്രികയെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. എന്താടാ, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മലറിനെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ എന്നെ രക്ഷിക്കമ്മ, അയ്യോ എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രിക വേഗം ലൈറ്റ് ഓൺ ആക്കുവാണ്. അപ്പോഴാണ് മലര് കരച്ചിൽ നിർത്തുന്നത്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? അപ്പോൾ വേഗം തന്നെ ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞിട്ട് വേർത്തുകൊണ്ടാണ് നിൽക്കുന്നത്. കരഞ്ഞിട്ട് പറയുന്നുണ്ട്, അമ്മ മഹേഷ് അയാൾ എൻ്റെ സ്വപ്നത്തിൽ വന്നു. അത് കേട്ടതും ചന്ദ്രിക ആകെ വല്ലാതാവുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, എന്ത്, മഹേഷ് നിൻ്റെ സ്വപ്നത്തിൽ വന്നു എന്നോ? അതെ അമ്മ, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോയിൽ വന്നിട്ട് എന്നെ കൂട്ടി എങ്ങോട്ടോ പോവുകയാണ്. ഞാൻ എന്നെ വിടാൻ പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞു. പക്ഷെ മഹേഷ് എന്നെ വിടുന്നേ ഇല്ല. മലര് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ചന്ദ്രിക ആണെങ്കിൽ ആകെ വല്ലാതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്വപ്നം കേട്ടപ്പോൾ. പോട്ടെ, സാരമില്ല, മോള് പേടിക്കേണ്ടതില്ല
എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് മലറിനെ കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രിക അവളോട് ചോദിക്കുകയാണ്, മലർ, ഈ അടുത്ത കാലത്തെങ്ങാനും മോള് മഹേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നോ? ആ അമ്മ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് റോഡിൽ വെച്ചിട്ട് സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് മഹേഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അന്ന് മഹേഷിനെ കണ്ട കാര്യങ്ങൾ ചന്ദ്രികയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. മഹേഷ് അന്ന് മലറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശരി, സിദ്ധുവും ചന്ദ്രിക എവിടെ പോയി? അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുകയാണ്, മലരി മഹേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് മഹേഷ് ദേഷ്യത്തോടെ മലറിനോട് പറയുന്നുണ്ടായിരുന്നു, ഏയ്, ആരെയാ നീ അച്ഛാന്ന് വിളിക്കുന്നത്? നിന്റെ അച്ഛൻ ഞാനാണ്. ഇനി മേലിൽ ആ സിദ്ധുവിനെ നീ അച്ഛാന്ന് വിളിക്കാൻ പാടില്ല. ചന്ദ്രികയെ കല്യാണം കഴിക്കാനുള്ള അർഹത അവനില്ല. സിദ്ധു എത്ര മോശക്കാരനാണെന്ന് അറിയോ നിനക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ചന്ദ്രികയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ചന്ദ്രിക ആകെ വല്ലാതാവുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട്. നീ എന്താ മലർ ഇത്രയായിട്ട് ഈ കാര്യം എന്നോട് പറയാതിരുന്നത്? ചന്ദ്രിക ചോദിച്ചപ്പോൾ മലർ പറയുന്നുണ്ട്, അമ്മയോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ മറന്നുപോയി. ചന്ദ്രികക്ക് അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത ഡിസ്റ്റർബൻസ് തോന്നുവാണ്. എന്നിട്ട് അവൾ മലറിനോട് പറയുന്നുണ്ട്, ശരി, ഇനി മുതൽ റോട്ടിൽ പോയിട്ടൊന്നും കളിക്കണ്ട, കുറച്ചു കാലം വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ നോക്ക്. ശരി, ഇപ്പം നീ ഉറങ്ങാൻ നോക്ക്. പക്ഷേ മലര് കിടക്കുന്നില്ല. അപ്പോൾ ചന്ദ്രിക വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താടാ? അമ്മ, എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു അമ്മ. വാ അമ്മ, നമുക്ക് രണ്ടുപേർക്കും പോയി അച്ഛൻ്റെ കൂടെ ഉറങ്ങാം. അത് കേട്ടതും ചന്ദ്രിക പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ലേടാ. ഇപ്പോൾ നമ്മൾ പോയി അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യണ്ടടാ. നാളെ നമുക്ക് അച്ഛൻ്റെ കൂടെ കിടക്കാം. ഇപ്പം മോൾ അമ്മയുടെ കൂടെ കിടക്ക്. വാ, ഉറങ്ങാലോ. കിടക്കടാ എന്ന് പറഞ്ഞിട്ട് മലറിനെ ചേർത്ത് പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങുവാണ്. പക്ഷെ ആ സമയത്തൊക്കെ ചന്ദ്രികയുടെ മനസ്സ് നിറയെ ഒരുപാട് ആദികളായിരുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സിദ്ധാർത്ഥിനുള്ള കോഫി ആയിട്ട് വന്നിരിക്കുകയാണ് ചന്ദ്രിക. അവൻ മൂടി പൊതിച്ച് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ചന്ദ്രിക അവനെ വിളിക്കുന്നുണ്ട്, സർ, സിദ്ധു സർ, സിദ്ധു സർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേല് തൊടുവാണ്. അപ്പോൾ അവൻ ഞെട്ടുന്നുണ്ടായിരുന്നു. എഴുന്നേക്ക്, കോഫി കുടിക്ക്. ചന്ദ്രിക, ഗുഡ് മോർണിംഗ് ചന്ദ്രിക. എന്താ സാർ ഇത്, ചെറിയ കുട്ടികളെ പോലെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത്? ഇന്നാ കോഫി കുടിക്ക്. അപ്പോൾ സിദ്ധു അവിടെ ചാരി കട്ടിലിനോട് ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക, ബ്രഷ് ചെയ്യാതെ കോഫി കുടിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ കുടിക്കാൻ പാടില്ല. സാറ് പോയിട്ട് ബ്രഷ് ചെയ്ത് വന്നിട്ട് കോഫി കുടിച്ചോളൂ. കുഴപ്പമില്ല ചന്ദ്രിക, ഒരു ദിവസം ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവാൻ പോവാനാ? നീ കോഫി ഇങ്ങോട്ട് താ, ഞാൻ കുടിക്കട്ടെ. സിദ്ധാർത്ഥ് കയറി ഇരുന്നിട്ട് കോഫി എടുക്കുന്ന സമയത്ത് അവൻ്റെ മേലുണ്ടായിരുന്ന പുതപ്പ് താഴോട്ടേക്ക് നീങ്ങുകയാണ്. ആ സമയത്താണ് അവൻ്റെ നെഞ്ചിലുണ്ടായിരുന്ന ആ മുറിവ് ചന്ദ്രിക കാണുന്നത്. അത് കണ്ടത് അവൾ ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. സാർ, ഇതെന്താ സാർ, സാറിൻ്റെ നെഞ്ചിൽ മുറിവ്? ഏയ്, ഒന്നുമില്ല. സിദ്ധു അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രിക വല്ലാതെ പതറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെയാണ് സാർ ഈ മുറിവ് വന്നത്? ഇതെങ്ങനെയാണ് വന്നത്, പറ. ഇന്നലെ ഒരുത്തനുമായിട്ട് നമ്മൾ തല്ലുണ്ടാക്കിയിരുന്നില്ലേ? ആ, അവൻ കത്തി വെച്ച് കളിച്ച സമയത്ത് എൻ്റെ നെഞ്ചിൽ ചെറുതായിട്ട് മുറിവായതാണ്. അത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രിക വല്ലാതെ പതറിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ സാർ, ഇന്നലെ തന്നെ സാർ ഇതെന്നോട് പറയാതിരുന്നത്? അതിന് മാത്രമൊന്നും ഇല്ല ചന്ദ്രിക. മാത്രമല്ല, അത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീയാണെങ്കിൽ ആകെ പതറിയിട്ട് ടെൻഷനാവും. അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത്. അയ്യോ, എന്താ സാർ, ഇത്രയും വലിയ മുറിവുണ്ടായിട്ട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മരുന്ന് തേച്ച് തരില്ലായിരുന്നോ? അത് ഇത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല ചന്ദ്രിക, ഇന്നലെ തന്നെ ഞാൻ മരുന്ന് തേച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്താ സാർ ഈ ഒരു കാര്യം എന്നോട് പറയാതിരുന്നത്? ഇതുപോലെ നീ ഭയന്ന് പോയിട്ട് പതറുന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത്. ഒരു നിമിഷം സാർ, ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വേഗം പോവാണ്. ചന്ദ്രിക മരുന്ന് കൊണ്ടുവന്നിട്ട് കോട്ടണിലാക്കിയിട്ട് അതെങ്ങനെ വെക്കണ്ടേന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു അങ്ങോട്ട് നീങ്ങി ഇരുന്ന് കൊടുക്കുന്നുണ്ട്. ചന്ദ്രിക ഇരുന്നോളൂ. അപ്പോൾ അവളവിടെ ഇരിക്കുന്നുണ്ട്. അവളുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയാണ്. ചന്ദ്രിക മരുന്നെടുത്തിട്ട് സിദ്ധുവിൻ്റെ മുറിവിൽ വെക്കുന്ന സമയത്ത് അവന് വേദനിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രിക പതിയെ മുറിവിൽ മരുന്ന് വെക്കുന്തോറും സിദ്ധുവിന് വേദനിക്കുന്നുണ്ടായിരുന്നു. അത് കാണുന്തോറും ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ചന്ദ്രിക കരയുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് പിന്നെ വേദനിക്കുന്നത് മാറ്റുവാണ്. ചന്ദ്രിക, നീ എന്തിനിപ്പോൾ കരയുന്നത്? ചെറിയൊരു മുറിവാണ്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനിങ്ങനെ കരയുന്നത്? അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ അന്ന് സാറിൻ്റെ കഴുത്തിൽ ആരോ കത്തി കൊണ്ട് വെട്ടിയതുപോലെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരിക്കും സാറിനെ വെട്ടാനായിട്ട് ഒരുത്തൻ വന്നിരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നതാണ് സാർ. നിങ്ങളെ ചുറ്റി ഒരുപാട് ആപത്തുണ്ട്, സാറ് വല്ലാതെ ശ്രദ്ധിക്കണം. പക്ഷേ സിദ്ധു അതത്ര വലിയ സീരിയസ് ആക്കുന്നില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ചന്ദ്രിക, ഞാൻ ശ്രദ്ധയോടെ തന്നെയാണ് നിൽക്കുന്നത്. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്ക്. ഇന്നലെ സാർ അവനെ തടുത്തില്ലായിരുന്നെങ്കിൽ അവൻ കത്തി കൊണ്ട് സാറിനെ കുത്തില്ലായിരുന്നോ? അത് ശരിയാണെന്ന് സിദ്ധുവിനും തോന്നുന്നുണ്ടായിരുന്നു. ഇന്നലെ എന്തോ ഭാഗ്യത്തിനാണ് അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇനിയും അവൻ ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എന്താ സാർ ചെയ്യുക? ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമോ സാർ? ഇത്രയും വാശിയോടുകൂടി സാറിനെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മഹേഷ് തന്നെ ആയിരിക്കും. അവളത് ആലോചിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്.
ശരി ചന്ദ്രിക, അത് വിട്ടേക്ക്. നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവുമല്ലേ? എത്രയും പെട്ടെന്ന് അവനെ പോലീസുകാർ പിടിച്ചോളും. നീ വിട്ടേക്ക്. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ കാരണമാണ് സാറിന് ഇത്രയധികം ബുദ്ധിമുട്ട്. സാർ എന്നെ കല്യാണം കഴിക്കില്ലായിരുന്നെങ്കിൽ മഹേഷ് ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ചന്ദ്രിക, എന്തിനാ താനിങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞിട്ട് അവളുടെ കണ്ണ് തുടച്ചു കൊടുക്കുകയാണ് സിദ്ധു. ചന്ദ്രിക, നീ ഇങ്ങനെ മനസ്സിൽ ഓരോന്നോരോന്ന് ചിന്തിച്ചിട്ട് വല്ലാതെ മനസ്സിനെ വിഷമിപ്പിക്കുകയാണ്. മഹേഷ് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതി ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്ന് അവൻ കരുതി കാണുമോ? എനിക്ക് കല്യാണം എന്നൊന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കൂടെ മാത്രമായിരിക്കും. സിദ്ധാർത്ഥിൻ്റെത് ഉറച്ച തീരുമാനമായിരുന്നു. അത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അതേസമയം തന്നെ അവളെ സങ്കടപ്പെടുത്തുന്ന കാര്യമായിരുന്നു. എന്നെ കല്യാണം കഴിക്കുന്നത് കൊണ്ടല്ലേ സർ നിങ്ങൾക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്? ചന്ദ്രിക, മഹേഷ് എന്നല്ല, ഈ ലോകം മുഴുവൻ എന്നെ എതിർത്താലും ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് തടയാൻ സാധിക്കില്ല. മരണം വരെ ഞാൻ എൻ്റെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. എൻ്റെ അടുത്ത് നിന്നും നിന്നെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. കരയല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ കണ്ണ് വീണ്ടും തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രിക, പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കത്തി കൊണ്ട് എൻ്റെ നെഞ്ചിൽ മുറിവ് കിട്ടിയ കാര്യം വീട്ടിൽ ആരോടും നീ പറയാൻ പാടില്ല. എന്തിനാ പറയുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വെറുതെ ടെൻഷനാവും. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഈ കാര്യം അറിയാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സർ. സാറ് റെസ്റ്റ് എടുത്തോ, ഞാൻ പിന്നെ വരാം. ചന്ദ്രിക സിദ്ധു കുടിച്ച കോഫിയുടെ കപ്പുമായിട്ട് പോവുകയാണ്. അപ്പോൾ ജാനകിയാണെങ്കിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ചന്ദ്രിക പ്രസാദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തതിന് ശേഷം സിദ്ധു എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. സിദ്ധു മുറിയിലാണുള്ളത്. ഇന്നലെ ഉണ്ടായ അടിയിൽ അവർ കാര്യമായിട്ട് അടിയൊന്നും കൊണ്ടിട്ടില്ലല്ലോ അല്ലേ? ജാനകി ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്. അവൾ ആ മുറിവ് കണ്ട കാര്യവും അതിപ്പോൾ ജാനകിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ലാതെ ഭയപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ അവരോട് പറയണ്ട, ചന്ദ്രിക തീരുമാനിക്കുകയാണ്. എന്താ ചന്ദ്രിക ആലോചിക്കുന്നത്? ജാനകി ചോദിക്കുകയാണ്. അത് സിദ്ധു സർ എന്ന് ചന്ദ്രിക പറഞ്ഞപ്പോഴേക്കും സിദ്ധു വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അമ്മ. എനിക്ക് എന്ത് സംഭവിക്കാനാ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ നന്നായിട്ട് തന്നെയുണ്ട്. എനിക്ക് ഇന്നലത്തെ അടിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് ചന്ദ്രികയെ നോക്കുകയാണ്. അവളും വേഗം ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ അമ്മായി, ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മായി ഭയപ്പെടുകയൊന്നും വേണ്ട. പക്ഷേ ചന്ദ്രികയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അവൾ വേഗം പ്രസാദം സിദ്ധുവിന് കൊടുക്കുവാണ്. അപ്പോൾ ജാനകി സിദ്ധുവിനോട് പറയുന്നുണ്ട്, സിദ്ധു, മഹേഷിനെ പോലീസ് പിടിക്കുന്നത് വരെ നീ തനിച്ച് എങ്ങോട്ടും പോവുകയൊന്നും ചെയ്യരുത്. കൊല്ലാൻ വരെ ശ്രമിക്കുന്നവനാണവൻ. അവൻ നിന്നെ കൊല്ലാൻ ഒരിക്കലും മടി കാണിക്കില്ല. ശരി അമ്മ. എന്നാണോ മഹേഷിനെ പോലീസ് പിടിക്കുന്നത് അന്നേ എനിക്കിനി സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും കമ്മീഷണറെയും കൂട്ടിക്കൊണ്ടാണ് മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ചന്ദ്രികയോട് കോഫി എടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് ഇപ്പോൾ കോഫി വേണ്ട. സിദ്ധു, ഇന്നലെ എന്താ സംഭവിച്ചത്? ആരാ നിന്നെ അറ്റാക്ക് ചെയ്തത്? അത് പിന്നെ ഇന്നലെ ഞാനും ചന്ദ്രികയും കൂടെ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ നല്ല ഇരുട്ടായിരുന്നു. ചന്ദ്രികയ്ക്ക് മുല്ല വെക്കാൻ അവിടെ ഇറങ്ങിയ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ് സിദ്ധു. തിരിച്ച് കാറിൽ കയറാൻ നേരത്ത് മഹേഷ് വന്നിട്ട് ആക്രമിച്ചതും, മഹേഷാണെന്ന് അറിയില്ല, ഒരാൾ വന്ന് ആക്രമിച്ചു എന്നൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. കത്തി വെച്ചിട്ട് കുത്താൻ ശ്രമിച്ചതും ചന്ദ്രിക വന്ന് തടഞ്ഞതും അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം അവനെ ചവിട്ടുന്ന സമയത്ത് അവനോട് രക്ഷപ്പെട്ടതുൾപ്പെടെ. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഡയറക്റ്റായിട്ട് നിന്നെ തന്നെ ചൂസ് ചെയ്തിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടി ഒരുത്തൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു കാരണം കാണും. നിനക്ക് ആരുടെയെങ്കിലും പേരിൽ സംശയം തോന്നുന്നുണ്ടോ? നീയും ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കമോ അല്ലെങ്കിൽ സംശയിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? സിദ്ധു ഒന്നും പറയാതെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക പറയുന്നുണ്ട്, സർ, എനിക്ക് മഹേഷിൻ്റെ പേരിലാണ് സംശയം തോന്നുന്നത്. അവനായിരിക്കും സിദ്ധു സാറിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു സംശയം പറഞ്ഞത്? ഇന്നലെ സിദ്ധു സാറിനെ കത്തിവെച്ച് കുത്താൻ വന്ന അവനെ കാണുമ്പോൾ മഹേഷിൻ്റെ ഒരു രൂപസാദൃശ്യം തോന്നുന്നുണ്ടായിരുന്നു. അവൻ ഹെൽമെറ്റ് ഇട്ടത് കാരണം എനിക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മഹേഷ് തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും സർ. സിദ്ധു, നിനക്കെന്ത് തോന്നുന്നു? സർ, ചന്ദ്രിക പറഞ്ഞത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം മഹേഷിൻ്റെ ഹൈറ്റും വെയ്റ്റുമുള്ള ഒരു രൂപസാദൃശ്യം തോന്നുന്ന ഒരാൾ തന്നെയാണ് എന്നെ ഇന്നലെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, മഹേഷിന് എന്നെ കൊല്ലാൻ ഒരുപാട് കാരണങ്ങളും ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ തുടക്കം തൊട്ടേ ഞാൻ ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന തീരുമാനം അവന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനെന്നെ കൊല്ലാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട് സർ. അവസാനം മഹേന്ദ്രനും പറയുന്നുണ്ട്, മഹേഷ് തന്നെയാണ് സിദ്ധുവിനെ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുക. വേറെ ആരും ഇതിന് ശ്രമിക്കില്ല. നിങ്ങൾ മഹേഷിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ എല്ലാ സത്യങ്ങളും ഒരുപക്ഷെ അറിയാൻ പറ്റും സർ. ജാനകിയും കരഞ്ഞുകൊണ്ട് പറയാണ്, അതെ സർ, മഹേഷ് പുറത്തു നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല.
അവൻ വലിയൊരു അപകടകാരിയാണ് സർ. ദയവ് ചെയ്ത് അവനെ പിടിച്ച് ജയിലിലിടണം സർ. അവൻ കാരണം എൻ്റെ മകന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നുണ്ട് സർ. അമ്മ, സിദ്ധു വിളിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, മഹേഷിനെതിരെ FIR ഇട്ടിട്ട് അവനെ പിടിച്ച് അകത്തേക്കിടാം. സിദ്ധാർത്ഥ്, ചന്ദ്രിക, നിങ്ങൾ രണ്ടുപേരും ഈ ഏരിയയിലുള്ള സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക്. അവൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സ്ഥലത്ത് എന്തെങ്കിലും CCTV ക്യാമറയോ എന്തെങ്കിലും തെളിവുകളോ കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, എനിക്കറിയാവുന്നിടത്തോളം അങ്ങനെയൊന്നും ചാൻസ് ഇല്ല സർ. ശരി, ഞാൻ നോക്കിക്കോളാം സാർ. വരുന്ന വെള്ളിയാഴ്ച ഇവരുടെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്. ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് മഹേഷ് ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത്. മഹേഷിനെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിടിച്ചോളാം. നിങ്ങൾ കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. മഹേന്ദ്ര, ഞാൻ പോട്ടെ. ശരി സാർ, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. മേഘയുടെ വീട്ടിലെ മുത്തശ്ശി പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മനോഹരൻ അങ്ങോട്ടേക്ക് പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് വരുന്നത്. കല്യാണത്തെ കട്ടി കെട്ടി ഓടിപ്പോലാമ എന്നൊക്കെ പാടിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നപ്പോൾ അവരാണെങ്കിൽ കത്തി കാണിച്ചുകൊണ്ട് മനോഹരനെ തിരിച്ച് പാടിക്കൊടുക്കുകയാണ്. ഈ കത്തി എടുത്ത് ഞാൻ നിൻ്റെ കണ്ണ് കുത്തട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇതെന്താ ചേച്ചി പാട്ട് ഇങ്ങനെ പാടുന്നത്? പിന്നെ നീ അങ്ങനെ പാടുമ്പോൾ ഞാൻ ആ പാട്ട് ഇങ്ങനെ പാടും എന്നൊക്കെ അവരും തിരിച്ച് ജോളിയായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ വിട് ചേച്ചി, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താടാ? സിദ്ധുവിനും ചന്ദ്രികയ്ക്കും തിരുത്തതിയിൽ വെച്ചാണ് കല്യാണം നടത്താൻ വേണ്ടി പോകുന്നത്. ആണോ? അവർ സന്തോഷത്തോടെ ചോദിക്കുകയാണ്. നിന്നോട് ആരാടാ പറഞ്ഞത്? ചേച്ചി, അതൊക്കെ എന്തിനാ ചേച്ചി അറിയുന്നത്? സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം അടുത്ത വെള്ളിയാഴ്ച തിരുത്തതിയിൽ മുരുകൻ കോവിലിൽ വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. അടുത്ത ആഴ്ച തന്നെ ഉണ്ടോ? പിന്നല്ലാതെ. അവരുടെ രണ്ടുപേരുടെയും കല്യാണം എന്നോ കഴിഞ്ഞതാണ്. ഈ സമയം കൊണ്ട് അവർ ഹണിമൂണിന് പോയി വരേണ്ട സമയം കഴിഞ്ഞു. ആ, അതും ശരിയാ. നിങ്ങളുടെ കൊച്ചുമോൾ ചെയ്ത കാര്യം കാരണമാണ് അവരുടെ കല്യാണം ഇത്രയും വൈകാൻ കാരണം. അല്ല, അവരെന്താ ഇവിടെ വെച്ച് കല്യാണം നടത്താതെ തിരുത്തതിയിൽ പോയി കല്യാണം നടത്തുന്നത്? അതെന്താന്ന് വെച്ചാ, വരാൻ വേണ്ടി പോകുന്ന ഈ കല്യാണത്തിലെങ്കിലും മേഘ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവർ തിരുത്തതിയിൽ പോയി കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ, അതും ശരിയാ. ഈ മേഘ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും അവർ മാറിപ്പോകുന്നത്. മേഘയുടെ ഓരോരോ ഭ്രാന്ത് കാരണമാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. മനോഹര, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തെക്കുറിച്ച് മേഘയുള്ളപ്പോൾ പറയണ്ട. ഞാൻ പറയില്ല, പക്ഷെ അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. പക്ഷെ ഇവർ സംസാരിക്കുന്നത് പുറത്തു നിന്ന് മേഘ കേൾക്കുന്നുണ്ടായിരുന്നു. ചേച്ചി, ഒരു കാര്യം ചോദിക്കട്ടെ? അടുത്ത വെള്ളിയാഴ്ച തിരുത്തതിയിൽ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് നമുക്ക് രണ്ടുപേർക്കും പോവാം. അവർക്ക് രണ്ടുപേർക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് പുറത്തു നിന്ന് മേഘ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം താനാണ് ഇവരുടെ ശത്രു എന്നാണ് അവൾക്കിപ്പോൾ തോന്നുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.